നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ലളിതാ സഹസ്രനാമ മന്ത്രങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ലളിതാ സഹസ്രനാമത്തെക്കുറിച്ച് അറിയാത്തവർ കുറവായിരിക്കും. ശ്രീ ലളിതാ പരമേശ്വരിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള 1000 നാമങ്ങളാണ് ലളിതാ സഹസ്രനാമം. പ്രപഞ്ചശക്തി സ്വരൂപിണിയാണ് ദേവി. പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, പ്രപഞ്ചത്തെ അടക്കി വാഴുന്ന ദേവിയാണ്. ദിവസവും ലളിതാ സഹസ്രനാമത്തിൽ 2 വരിയെങ്കിലും ചൊല്ലാൻ കഴിഞ്ഞാൽ അതിൽ പരം പുണ്യമില്ല. വളരെയധികം ഫലസിദ്ധിദായകമാണ് ഇതിലെ ഓരോ നാമങ്ങളും. അനേക കോടി ജന്മ പുണ്യം കൊണ്ട് ദേവിപ്രീതി നേടിയവർക്ക് മാത്രമേ ലളിതാ സഹസ്രനാമം പാരായണം ചെയ്ത് പ്രാർത്ഥിക്കാൻ തോന്നുകയുള്ളൂ എന്നാണ് ആചാര്യന്മാർ പറയുന്നത്. എല്ലാവർക്കും അത് തോന്നണമെന്നില്ല. ഈ 1000 നാമങ്ങളിൽ ഓരോ നാമത്തിനും പ്രത്യേകം ഫലസിദ്ധികളുണ്ട്. അതിൽ നിന്നും നമ്മുടെ നിത്യജീവിതത്തിലുണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും വളരെ വേഗത്തിൽ പരിഹാരം ഉണ്ടാകുവാൻ സഹായിക്കുന്ന ചില നാമങ്ങളെ പരിചയപ്പെടാം. ഓരോ നാമങ്ങളുടെയും ആദ്യം ഓം എന്നും അവസാനം നമഃ എന്നും ചേർത്ത് ചൊല്ലിയാൽ മന്ത്രരൂപത്തിലാകുന്നു. അതിൽ 4 ആവശ്യങ്ങൾക്കുള്ള നാമങ്ങൾ മന്ത്രരൂപേണ പരിചയപ്പെടാം. വിവാഹ തടസ്സം മാറാനായി ചൊല്ലേണ്ടുന്ന നാമം ഏതാണെന്ന് നോക്കാം. 2 നാമങ്ങളുണ്ട്. അതിലാദ്യത്തേത് 30ാമത്തെ നാമമായ ഓം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധരായേ നമഃ. ഓം കാമേശബദ്ധമാംഗല്യ സൂത്രശോഭിത കന്ധരായേ നമഃ. 2ാമത്തെ നാമം 967ാമത്തെ നാമമായ ഓം സുമംഗല്യേ നമഃ. ഓം സുമംഗല്യേ നമഃ. ഇനി ദാമ്പത്യ കലഹം മാറുന്നതിനായുള്ള നാമം ഏതാണെന്ന് നോക്കാം. 999ാമത്തെ നാമമായ ഓം ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. ഓം ശിവശക്തിഐക്യരൂപിണ്യേ നമഃ. ഇനി ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മാറി അടുപ്പമുണ്ടാകുവാനായി ചൊല്ലാവുന്ന ഒരു നാമമുണ്ട്. അതേതാണെന്ന് നോക്കാം. 54ാമത്തെ നാമമായ ഓം സ്വാധീനവല്ലഭായൈ നമഃ. ഓം സ്വാധീനവല്ലഭായൈ നമഃ. സന്താനലബ്ധിക്കുള്ള തടസ്സങ്ങളൊക്കെ മാറി കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടി ലളിതാ സഹസ്രനാമത്തിൽ 440ാമത്തെ നാമമായ ഓം കുമാരഗണനാഥാംബായേ നമഃ. ഓം കുമാരഗണനാഥാംബായേ നമഃ എന്ന മന്ത്രം ചൊല്ലാവുന്നതാണ്. വളരെയധികം ശ്രദ്ധയോടെ അക്ഷരസ്ഫുടതയോടെ തെറ്റ് വരാതെ വേണം ഈ മന്ത്രങ്ങൾ ജപിക്കേണ്ടത്. വിശ്വാസത്തോടെ ഭക്തിയോടെ ജപിക്കുക. ഫലം സുനിശ്ചിതമാണ്. ശുദ്ധിയോടെ രാവിലെയോ വൈകുന്നേരമോ വിളക്ക് തെളിയിച്ച് ദിവസവും 108 തവണയോ 1008 തവണയോ ജപിക്കുക. അതിന് സാധിക്കാത്തവർക്ക് 8, 21, 41 തവണയൊക്കെ ജപിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശ്രീ ലളിതാ പരമേശ്വരിയുടെ അനുഗ്രഹത്താൽ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഉണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്നു.